അസ്സലാമു അലൈക്കും. ഇന്ന് വന്നിരിക്കുന്നൊരു ബേക്കഡ് ചീസ് പൊട്ടറ്റോ നെസ്റ്റായിട്ടാണ്. അപ്പോൾ അത് വലിയ പേരാണെന്ന് കേട്ടിട്ട് പേടിക്കണ്ട, വളരെ എളുപ്പമായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ല ലൈക്കും കമൻറ്റും തരണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ പൊട്ടറ്റോ നെസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇതാ വലിയ ഉരുളക്കിഴങ്ങ് കേട്ടോ, ചെറുതാണെങ്കിൽ 2 എടുക്കാം. ഇതൊരു വലിയ ഉരുളക്കിഴങ്ങാണ്. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഗ്രേറ്റ് ചെയ്ത് ഞാൻ കുറച്ച് നേരം തണുത്ത വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞെടുത്തതാണ്. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത്, സവാള നല്ല ഫൈൻ സ്റ്റോപ്പഡായിട്ട് അരിഞ്ഞത് ഒരെണ്ണം, ഒരു വലിയ സവാള, ഒരു 3 പച്ചമുളക്, ഒരു കുടം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് 3 കൂടി നല്ല ഫൈൻ ചോപ്പഡായിട്ട് അരിഞ്ഞതാണിത്. സെലറി ഒരു ടേബിൾ സ്പൂൺ സെലറി കൊത്തിയരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ കൊത്തിയരിഞ്ഞത്, മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് 2 ടേബിൾ സ്പൂൺ. അത് എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ, നമ്മളുടെ ഇഷ്ടമനുസരിച്ച് ഇടാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മൈദ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി, എരിവനുസരിച്ചിടാം. പച്ചമുളക് ഇട്ടിട്ടുള്ളതാണ്. ഉപ്പ് പാകത്തിന് ഉപ്പ്, അപ്പോൾ ആവശ്യത്തിന് ഉപ്പ്. പെരുംജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, വലിയ ജീരകം, 3 മുട്ട. കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യണം. പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3/4 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഉപയോഗിക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കാം. ഇങ്ങനെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇത് ഞാൻ എൻ്റെ എയർ ഫ്രയറിലാണ് ബേക്ക് ചെയ്യുന്നത്. അതാണ്ട് ഞാൻ എയർ ഫ്രയറിൽ ഒരു സിൽവർ ഫോയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ കപ്പ് കേക്കിൻ്റെ ഇതാണ്, ഞാൻ അതിലൊന്ന് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അത് വയ്ക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ തന്നെയാണ് ബ്രഷ് ചെയ്തിരിക്കുന്നത് കേട്ടോ. മിക്സ് ചെയ്ത് വെച്ച മാവ് 1 ടേബിൾ സ്പൂൺ, കുഴി പോലെ ആക്കി കൊടുക്കണം. ഒന്ന് പരത്തിയിട്ടൊന്ന് ഒരു കുഴി പോലെ ആക്കി കൊടുത്തിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്. അതിലേക്ക് നമുക്കൊരു ഫില്ലിങ് കൂടി വെക്കേണ്ടതാണ്. കുറച്ച് നേരം ബേക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ ഫില്ലിങ് വെക്കുക. ഓക്കെ, 180 ഡിഗ്രിയിൽ 6 മിനിറ്റൊക്കെ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ പൊട്ടറ്റോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഫില്ലിങ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ബട്ടർ, 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. ഇഞ്ചി വളരെ കുറച്ച് മതി കേട്ടോ. വെളുത്തുള്ളിയും പച്ചമുളകും, വെളുത്തുള്ളി കുറച്ച് കൂടുതലെടുക്കാം. ഞാനൊരു പച്ചമുളക് ഇതിന് എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി ഗ്രേറ്റ് ചെയ്തെടുത്തത് എന്നിട്ട് നന്നായിട്ട് വെച്ചാൽ ഈ തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണ തളിയുന്ന വരെ വയ്ക്കുക.
നമ്മുടെ തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു പകുതി ക്യാപ്സിക്കം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്താണ്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ സ്പ്രിംഗ് ഓണിയൻ, ഒരു ടീസ്പൂൺ സാലറിയും സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ഒരു ടീസ്പൂൺ പപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാലും മതി കേട്ടോ. ഒരു ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർക്കണം. ഇതിനാവശ്യത്തിനുള്ള ചിക്കൻ കൂടി മാറ്റിയിടും. മസാലക്ക് ആവശ്യമുള്ള മാത്രം ഇട്ടാൽ മതി. നമ്മളിതിൽ കുറച്ച് സോസുകളും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ഉപ്പ് നോക്കിയിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ഒരു ടീസ്പൂൺ സോയാ സോസ്, പിന്നെ നമ്മൾ ഒരു 3/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുക. നമ്മളുടെ എല്ലാ ഉപ്പും പൊടിയും എല്ലാം ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫില്ലിങ്. നമ്മുടെ പൊട്ടറ്റോ ഒരു 6 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നല്ല കറക്റ്റ് 6 മിനിറ്റ് കൊണ്ടല്ലേ നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് കുഴിച്ച് കൊടുക്കാം. ഞാനത് 3 നമുക്ക് കുഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ചീസ് ഇങ്ങനെ ഇടാം. പാർമസൻ ചീസ് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ നല്ലത്. എൻ്റെ കയ്യിൽ മൊസറല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അതാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കുറേശ്ശെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്നും. ഇപ്പം ഞാനിപ്പോൾ ഒരു മുട്ടയാണ് വയ്ക്കാൻ പോകുന്നത്. ഞാനതൊരു മുട്ട പുഴുങ്ങിയിട്ട് അതൊന്ന് ഇങ്ങനെ വട്ടം മുറിച്ചിട്ട് വയ്ക്കുന്നുണ്ട്. ഇതിന് മുകളിൽ നമുക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ക്രഷ്ഡ് ചില്ലി, സാലറിയും സ്പ്രിംഗ് ഓണിയനും കട്ട് ചെയ്തത് ഉണ്ടെങ്കിൽ അത് ഇടാം. നിർബന്ധമൊന്നുമില്ല കേട്ടോ, അതൊക്കെ ഓപ്ഷണലാണ്. ഇതിന് മുകളിൽ ചെറിയ പീസ് ചീസും കൂടി ഞാൻ വയ്ക്കുന്നുണ്ട്. ഒരു ഡ്രോപ്പ് ടൊമാറ്റോ സോസും കൂടി ഞാൻ ഇടുന്നുണ്ട്. ഇതെല്ലാം ഓപ്ഷണലാണ്. ഒരു 2 മിനിറ്റ് കൂടി നമുക്കിത് ബേക്ക് ചെയ്യാം. പൊട്ടറ്റോ ബേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനത് ഓഫ് ചെയ്യാണ്. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളുടെ ബേക്കഡ് പൊട്ടറ്റോ നെസ്റ്റ് കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് കാണിക്കാം. അതാ നമ്മുടെ ചീസ് ബേക്കഡ് പൊട്ടറ്റോ നെസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള സാധനം തന്നെയാണിത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പവും. നിങ്ങൾക്ക് കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എനിക്ക് നല്ല ലൈക്കും കമൻറ്റും തരണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനെടുത്ത എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.